കർഷക സംഘം കോതച്ചിറ വില്ലേജ് സമ്മേളനം CPM പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി ഹാളിൽ നടന്നു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് U. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് അനിൽ കച്ചേരി അധ്യക്ഷത വഹിച്ചു. C. ബാലകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും, V. മോഹനൻ അനുശോചന പ്രമേയവും, സെക്രട്ടറി KV പരമേശ്വരൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A. കുട്ടിനാരായണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VV ബാലചന്ദ്രൻ, V. ഗംഗാധരൻ, കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി VP രാജൻ, ട്രഷറർ KA ഷംസു തുടങ്ങിയവർ സംസാരിച്ചു. കോതച്ചിറ വില്ലേജ് പ്രദേശത്തെ മുതിർന്ന കർഷകരായ സേതുമാധവൻ കരുമത്തിൽ, ദാസൻ കാട്ടിൽമാടം, മാധവൻ മണാളത്ത്, ഭാസ്കരൻ കൽപ്പാലത്തിങ്കൽ, ബാലൻ നായർ ഓടത്ത്, ശങ്കരൻ തൊഴുക്കാട് എന്നിവരെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി അനിൽ കച്ചേരി പ്രസിഡന്റ്, KV പരമേശ്വരൻ സെക്രട്ടറി, വേണുഗോപാൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. മാത്രം അന്ന് ഉത്തരേന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി കർഷക സമരങ്ങൾ, പോരാട്ടങ്ങളിലേക്ക് വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഉത്തരമെന്ന ഈ സമ്മേളനം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ കേരളത്തിലും സമാനമായ രീതിയിലുള്ള കർഷക സംഘങ്ങൾ രൂപം കൊള്ളുകയുണ്ടായി. അത് ഓരോ പ്രദേശത്തും ഓരോ രൂപത്തിലാണ്. ഇപ്പൊ മലബാറിൽ ഒരു മലബാർ കർഷക സംഘം രൂപീകരിക്കുകയുണ്ടായി. കുളച്ചേരിയിൽ കേരളീയൻ, അതൊരു വിഷ്ണു ഭാരതീയൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സംഘം വേറെ രൂപീകരിക്കുകയുണ്ടായി. തിരുക്കൊച്ചിയിൽ C. അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ഒരു കർഷക പ്രസ്ഥാനം രൂപം കൊണ്ടു. തിരുവിതാംകൂറിൽ മറ്റൊരു കർഷക പ്രസ്ഥാനം രൂപം കൊണ്ടു. ആലപ്പുഴയിൽ കർഷക തൊഴിലാളികൾ സംഘടിക്കുകയുണ്ടായി. നാട്ടികയിൽ ഒരു കർഷക പ്രസ്ഥാനം രൂപം കൊണ്ടു. ആലപ്പുഴയിൽ കർഷക സംഘം രൂപം കൊണ്ടു. അപ്പൊ ഇങ്ങനെ കേരളത്തിലും വ്യത്യസ്ത രീതിയിലുള്ള കർഷക സംഘടനകൾ രൂപം കൊള്ളുകയുണ്ടായി. ഇതിനൊക്കെ ഒരു ആവേശമുണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് 1917 റഷ്യയിൽ നടന്ന വിപ്ലവമാണ്. അല്ലെ, റഷ്യയുടെ തന്നെ മാത്രം ലോകത്തിന്റെ തന്നെ ചരിത്രം മാറ്റി എഴുതിയ ഒന്നായിരുന്നു 1917 റഷ്യയിൽ നടന്നിട്ടുള്ള സോഷ്യലിസ്റ്റ് വിപ്ലവം.